സാറേ ഞാനേ ബസ്സിൻ്റെ പുറകിലിരിക്കുമായിരുന്നു. അപ്പോഴ് ഒരാൾ ഇങ്ങനെ ഇങ്ങനെ യാചിച്ച് വരത്തില്ലേ, അത് 2 കൈയും ആരോഗ്യമുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ടുവന്ന് മോനെ മോനെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി എന്തോ എന്തെങ്കിലും തരാൻ. അപ്പോൾ ഞാൻ ഈ കൈ എടുത്ത് അങ്ങനെ കാണിച്ചു കൊടുത്തു. അവൾ ഒറ്റ ഓട്ടം. എനിക്കൊന്ന് ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചെടുത്ത് ചാടിയെന്ന് തോന്നുന്നു. ജന്മന ബാധിച്ച വൈകല്യത്തെ മനസ്സുകൊണ്ടാണ് മനു കീഴടക്കുന്നത്. ജീവിതത്തിൽ നിരാശ തോന്നിയപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതലേ ചെറുപ്പകാലം മുതലേ ജന്മന എനിക്ക് കൈയില്ല. പിന്നെ ചെറുപ്പകാലം മുതലേ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ കയ്യിലൊന്നും കമ്പ്യൂട്ടറിൽ പിന്നെ ബുദ്ധിമുട്ടായി. അപ്പം വീണ്ടും സാഹചര്യം അത് അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. വീണ്ടും മാനസികമായിട്ട് കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൂയിസൈഡൊക്കെ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. കൈയുടെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ജീവിതം വഴിതിരിച്ചത് ചിത്രകല തന്നെ. കിള്ളു എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഉണ്ണി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി തടിയെടു വാങ്ങിക്കാൻ വേണ്ടി അവിടെ വരപ്പോഴാണ് എന്നെ കാണുന്നത്. കണ്ടപ്പം റോഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി റോഡിലോട്ട് ചെന്നതും ആളിനെ കാണുമായിരുന്നു. പറഞ്ഞു നിന്നെ കൊണ്ടൊരു എനിക്കൊരു ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചു എന്തുവാണ്? അത് പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മതിലെ ചുവർചിത്രങ്ങൾ വരയ്ക്കണം, അത് വരണമെന്ന് പറഞ്ഞു. തിരുമേനിയൊക്കെ തിരക്കുന്നുണ്ട് അങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവിടെ ചെന്നത് ദൈവാധീനം പോലെ ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ്. ഇന്നിപ്പം പറഞ്ഞ് ദശാവതാരം വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു. സത്യം പറഞ്ഞു, ഈ ഇടത് കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടുമോ ചോദിച്ചായിരുന്നു. കാരണം വിഷമത്തോടെ ചോദിച്ചത്. കാരണം ദശാവതാരം ഇല്ലേ വരയ്ക്കേണ്ടത്, ഇഷ്ടപ്പെടുമോ ചോദിച്ചു. പക്ഷേ ആ ചോദ്യത്തിനും എൻ്റെ മനസ്സ് വിഷമിച്ച് ഞാൻ പറഞ്ഞ വാക്കിന് ഭഗവാൻ ആ ഒരു വാക്ക് കണ്ടു. ഇന്ന് കണ്ട ഇപ്പം ശബരിമല വന്നിന്ന് ഭഗവാന്റെ ജീവിത ചരിത്രങ്ങളാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സന്നിധാനത്തെ ചുമരുകളിൽ അയ്യപ്പ ചരിതം വരയ്ക്കുന്ന തിരക്കിലാണ് മനു. ലാസ്റ്റ് വരച്ച ചിത്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പുലിപ്പുറത്ത് വരുന്ന ഒരു ചിത്രമാണ്. പുലിവാഹനത്തിൽ വരുന്ന ഒരു ചിത്രം വരച്ചേക്കുന്നത്. അത് ഞാനൊരു പാട്ട് പാടിയാണ് വരച്ചത് ചെറുതായിട്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പം എൻ്റെ ചിത്രം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് സാറ്, ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് പ്രശാന്ത് സാർ കണ്ടായിരുന്നു അതിനു മുമ്പ്. പക്ഷേ ഞാൻ ആ ചിത്രം വരച്ചതിൻ്റെ അന്ന്, അത് സത്യമായ ഒരു കാര്യം കേട്ടോ, ആ ചിത്രം വരച്ചതിൻ്റെ അന്ന് ഈ പാട്ടും പാടിക്കൊണ്ട് വരച്ചപ്പം എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഞാൻ അടുത്ത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇവിടുന്ന് ശബരിമലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു, സന്നിധാനത്ത് നിന്ന് വിളിക്കുക, നാളെ മനു രാവിലെ റെഡി ആയിക്കണം സന്നിധാനത്ത് വരണം. സത്യം പറഞ്ഞാൽ ഞാൻ തല വരുത്തു. എന്തോ പറയണത്. ഇപ്പം ഇവിടെ വന്ന് നോക്കിയപ്പോൾ പറയാം അയ്യപ്പ ചരിതങ്ങൾ വരയ്ക്കണമെന്ന്. തല വരുത്തു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അയ്യപ്പനെ കുറിച്ചുള്ള കഥകളാണ് മൊത്തവും വരയ്ക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഒരു 5 പടം വരച്ചിട്ടുണ്ട്. അവസാനമായി മനു ദീർഘകാലമായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹം ഞങ്ങളുമായി പങ്കുവച്ചു. നേരത്തെ മുതലേ എൻ്റെ ഒരു ആഗ്രഹം മമ്മൂട്ടി സാറിനെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഭഗവാൻ ഒരുക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഭഗവാൻ എന്നോട് എപ്പോഴും പ്രാർത്ഥിക്കും എനിക്കിങ്ങനെ പോലെ മമ്മൂട്ടി സാറിനെ കാണുന്നു. അതിനുവേണ്ടി ഞാൻ ഒരു ചിത്രം കുറേ നാളുകൊണ്ടേ വരച്ചു, പകുതി വരച്ച് വെച്ചിട്ടുണ്ട്, ഒരു എണ്ണച്ചായ ചിത്രം. അത് എന്നെങ്കിലും ഒരു സമയത്ത് മമ്മൂട്ടി സാറിന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഭഗവാൻ നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. മമ്മൂട്ടിയെ എന്തെങ്കിലും കാണാൻ കഴിയുമെന്ന ആഗ്രഹത്തിലാണ് ഈ കലാകാരൻ. ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.